ഇന്നലെ ഉണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കൊരു മെസ്സേജ് വന്നത്. ഡോക്ടർ ഇതൊന്ന് നോക്കിയിട്ട് റിസൾട്ട് പറയുമോ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ തൊട്ട് മുന്നത്തെ ദിവസം ഞങ്ങളുടെ 56ാമത്തെ ഇൻഫെർട്ടിലിറ്റി സക്സസ് കേസിൻ്റെ അനൗൺസ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇന്നലെ ആ ഒരു മെസ്സേജ് വന്നത്. അപ്പോൾ ആ സന്തോഷം ആര് പറയണം? ഞാൻ പറയുമോ അതോ റിനി ഡോക്ടർ പറയുമോ? ഇത് നമുക്ക് റിസൾട്ട് കിട്ടിയ ആളുടെ വോയിസ് തന്നെ കേട്ടോക്കാം. ഹലോ ഡോക്ടറെ, ഡോക്ടർ വിളിച്ചപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞു പോയി. ആക്ച്വലി അത് സന്തോഷ കണ്ണുനീരാണ്. കാരണം ഞങ്ങളുടെ കല്യാണം 2019 ജാനുവരി 28 കഴിഞ്ഞതാ. അന്ന് തൊട്ട് ഇത്രയും നാളെ ഞങ്ങളുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഈ കഴിഞ്ഞ 7 കൊല്ലം ഒരു കുഞ്ഞില്ലാത്തതിന്റെ സങ്കടം രാവെന്നോ പകലെന്നോ ഇല്ലാതെ അനുഭവിച്ചവളാണ് ഞാൻ. ഒരു സമയത്ത് അങ്ങേറ്റം ഡിപ്രഷൻ വരെ പോയി, ചത്താലോന്ന് വരെ. നമുക്ക് ഈ ഒരു വോയിസ് ഉണ്ടല്ലോ ഫുള്ള് കേട്ട് തീർക്കാനായിട്ട് പറ്റത്തില്ല, കരയാണ്ടിത് കേൾക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഒരു 7 വർഷത്തെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ആലപ്പുഴക്കാരാണ്. ആലപ്പുഴയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എത്തി. ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്ക് റിസൾട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ഇവർ അലോപ്പതിയും കുറേ IUIയും ഒക്കെ ചെയ്ത് ആയുർവേദം ഒക്കെ നോക്കിയിട്ടാണ് അവസാനമാണ് നമ്മളുടെ അടുത്ത് എത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിലാണ് എത്തുന്നത്. എന്നിട്ട് പോലും അവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പ്രൗഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഇല്ല. ഈ കേസിന് ഒരു മധുരം കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെയാണ് ഞങ്ങളിത് അറിയുന്നത്. ബ്ലഡ് ടെസ്റ്റും എല്ലാം പോസിറ്റീവ് ആകുന്നത് ഇന്നലെയാണ്. എന്നാൽ ഇന്നാണ് അവരുടെ 7ാമത്തെ വിവാഹ വാർഷികം എന്നുള്ളത്. അപ്പോൾ എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ ഹോമിയോപ്പതിയിലൂടെ ഉണ്ടാവട്ടെ. എപ്പോഴും പറയും പോലെ കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ഒരു തരത്തിലും അവരെ വേദനിപ്പിക്കാതിരിക്കുക. വാക്കുകൾ കൊണ്ടായാലും ഒരു രീതിയിലാണെങ്കിലും വേദനിപ്പിക്കാതിരിക്കുക. കാരണം ഇവരുടെ ഈ ഒരു ഇമോഷണലി ഉള്ള വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ സഞ്ചരിച്ചത് എന്തുമാത്രം സ്ട്രഗിളിലൂടെയാണെന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. ഇത് ടീം ആരാധ്യ ഹോമിയോപ്പതി proudly announcing our next successful case of infertility. Thank you so much.